Ranam, what's this? What's the delay? What's happening? Sorry, Mr. Donald. There is a small problem. We have to change the bridegroom. What happened, Anand? He's not well. Gerald. Boss. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? എന്താ ഇളയമ്മയ്ക്ക് ഈ വേഷം കിട്ടൊന്നും മനസ്സിലായില്ലേ? കല്യാണ ചെറുക്കൻ. അരവിന്ദേ, നിന്റെ കുട്ടിക്കളി അല്ലിത്. ആനന്ദേ, ഇവൻ അന്തവും കുന്തവും ഇല്ലാത്ത ചെക്കനാ, അറിയാലോ. ഇവൻ പലതും പറയും. നീ ഇവൻ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കരുത്. ഇളമേ, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. ഈ തീരുമാനം നിന്റെ അമ്മയ്ക്ക് അറിയാമോ? അമ്മയെ വിളിച്ചിരുന്നു, ഉറക്കത്തില്ല, ഡിസ്റ്റർബ് ചെയ്തില്ല. കൊള്ളാം. ആ കല്യാണിയുടെ ചെക്കനായിട്ട് നീ ഡെമോ ചെയ്യാൻ പോവാല്ലേ? ഇത് അഖിലേച്ചി അറിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഈ ഡെമോ കല്യാണം നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ. ഇളയമ്മ അമ്മയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഈ ചടങ്ങുകളൊക്കെ ശരിയാണോ എന്ന് നോക്കി നിൽക്ക്. ഓക്കെ ബ്രോവാ. വെറുതെ അമ്മയ്ക്ക് സംശയം കൊടുക്കരുത് പ്ലീസ്. ആനന്ദേ, ഷൂട്ടൊക്കെ നന്നായിട്ട് നടന്നില്ലേ? നന്നായിട്ട് നടന്നമ്മേ. പക്ഷേ ആനന്ദിന്റെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ. ഏയ് ഒന്നുമില്ലമ്മേ, ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണ്, പ്രൊജക്ട് ഓക്കെ ആവും. ക്ലയന്റ് ഓക്കെ, ആർ യു സാറ്റിസ്ഫൈഡ്? അതാ എന്റെ സംശയം. ഓക്കെ ആണമ്മേ, കുഴപ്പമൊന്നുമില്ല. നിന്റെ സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ കണ്ണുകളിൽ അതിന്റെ തൃപ്തിയില്ല. ഓരോ പുതിയ പ്രോജക്റ്റ് കിട്ടുമ്പോഴും എന്റെ മകന്റെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു തിളക്കം ഇന്നമ്മ കണ്ടില്ല. അതാ ചോദിച്ചേ. ഓക്കെ, ലീവ് ഇറ്റ്. പ്രോജക്റ്റ് സൈൻ ചെയ്തില്ലേ? ആ ചെയ്തമ്മേ.
നടന്ന ഒരു പ്രധാന കാര്യം നീ ചേച്ചിയോട് പറഞ്ഞായിരുന്നോ? ചേച്ചിയുടെ മുഖം കണ്ടിട്ട് അത് അറിഞ്ഞ മട്ടില്ലല്ലോ. എന്ത് കാര്യം? ഇനിയിപ്പോൾ അമ്മ തോക്കെടുത്തില്ലെങ്കിലേ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു ആപത്താണ്. താൻ എന്നും വിശ്വസിച്ച മൂത്ത മകൻ ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്തെന്ന് അറിഞ്ഞ അമ്മയുടെ ഹൃദയം തന്നെ സ്തംഭിച്ചു പോവാണെങ്കിലോ, ഒരു ഹാർട്ട് അറ്റാക്ക്. അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക്, വീണ് ശരീരം തളർന്നൊരവസ്ഥ. എന്താ, ഇങ്ങനെ വല്ലതും അമ്മയ്ക്ക് സംഭവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. കല്യാണി, നിനക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ പക്ഷം. കാരണം നീ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അന്ന് നീ ചെയ്തത് നിന്റെ ജോലി മാത്രമാണ്. തൽക്കാലം അങ്ങനെ സമ്മാനിച്ചാൽ മതി. ഇപ്പം ഞാൻ ബ്രോയെ സംസാരിച്ച് ആശ്വസിപ്പിച്ചോളാം. ഇതൊന്നുമല്ല, ഇനി അമ്മോട് സത്യം പറഞ്ഞേ പറ്റുമെന്നാണെങ്കിൽ അത് കല്യാണത്തിന് ശേഷം ആയിക്കോ. ഇനി വെറും 4-5 ദിവസമോടെയല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതുവരെ ഒന്ന് ക്ഷമിക്കേ പ്ലീസ്. ചെല്ലു, നീ സമാധാനത്തോടുകൂടി വീട്ടിൽ പോ. ഞാനൊന്ന് ബ്രോയെ കാണട്ടെ. എന്തു പറ്റി ബ്രോ? ആകെ ഒരു ഡിപ്രസ്ഡ് മൂഡാണല്ലോ. നീ എന്താണെന്നും അറിയാത്ത പോലെ. കല്യാണിയുമായി ഡെമോ കല്യാണം നടത്തിയ കാര്യം അമ്മയെ അറിയിക്കാത്തതിൽ ഞാൻ ആകെ തളർന്നിരിക്കുക. ഇനി എനിക്ക് വയ്യ. ഞാൻ അമ്മയോട് സത്യം പറയാന്നാ വിചാരിക്കുന്നത്. നോ ബ്രോ, പ്ലീസ് എടുത്ത് ചാടി ഒന്നും ചെയ്യല്ലേ. അതല്ലടാ, ഒന്നുകിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അമ്മയുടെ പെർമിഷൻ വാങ്ങണമായിരുന്നു. അല്ലെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴെങ്കിലും അമ്മയോട് സത്യം പറയണമായിരുന്നു. രണ്ടും ചെയ്തില്ല. തെറ്റായിപ്പോയി. ഇതിനി ആരെങ്കിലും വഴി അമ്മ അറിയുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറയണം. പറഞ്ഞാലേ പറ്റൂ. ബ്രോ, ഒരർത്ഥത്തിൽ അത് നല്ലത് തന്നെ പറയാം. പക്ഷെ കല്യാണിയുടെ കാര്യത്തിൽ ആ തുറന്നു പറച്ചിൽ നമുക്ക് ദോഷമായിട്ട് മാറിയാലോ? ദോഷം? അതെങ്ങനെ? അറിയാലോ, ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ കല്യാണിയുടെ കല്യാണത്തിന്. അതിനിടയ്ക്ക് അമ്മയെങ്ങാനും ഇത് അറിഞ്ഞാലേ ബ്രോയ്ക്ക് നേരെ തോക്കും ചൂണ്ടി സീനാകെ കുളമാക്കും. കല്യാണം മുടങ്ങാൻ അത് മതി. എന്താ, അത് തന്നെയല്ലേ നമ്മുടെ മുൻ അനുഭവം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പെണ്ണും ചെറുക്കനും ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്ന, ഫേസ്ബുക്കിലൂടെ സംസാരിക്കും, വാട്സപ്പിലൂടെ പ്രണയിക്കും, പിന്നെ സ്കൈപ്പിലൂടെ കല്യാണം കഴിച്ച് ട്വിറ്ററിലൂടെ ഡിവേഴ്സ് ചെയ്ത് അവരവരുടെ പാട് നോക്കി പോവും.